പൊണ്ണ ഷൂ അല്ലേ? എങ്ങനത്തെ കാല്? ഒല്ല കാല്. ലുലു മോളിൽ പോയപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ട മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നല്ലോ, ഒരു ചേട്ടൻ. ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. ആ ചേട്ടനെ കുറിച്ചാണ് ഈ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വലിയ കാലാമേ, എന്ത് ചെറിയ കാലാമേ, എന്ത് വിയർക്കത്തില്ലേ എന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് KFC കഴിക്കാനാണ്. KFCയെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ചെയ്തിരുന്നില്ലേ. നമ്മൾ കഴിച്ച KFCയും അതിൻ്റെ ഓഫറിന് കിട്ടിയ 12 പീസും 499-ൻ്റെയൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് മോൾക്ക് നമ്മൾ ഇതിന് മുമ്പും KFC മേടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കനൊന്നും അവൾ ആദ്യമൊന്നും കഴിക്കത്തില്ലായിരുന്നു. അതിനുശേഷം അവൾ കഴിച്ചു തുടങ്ങിയപ്പോൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൾ കഴിക്കാറേ ഇല്ലായിരുന്നു. ഇന്നലെ പെട്ടെന്നായിരുന്നു പത്രത്തിൽ KFCയുടെ ആഡ് കണ്ടിട്ട് അത് കാണിച്ചിട്ട് പറയുന്നു, അമ്മ അതുപോലത്തെ ചിക്കൻ വേണം, അത് വാങ്ങിച്ചു തരുമോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ലുലുവിൽ വന്നപ്പോൾ ആദ്യം അത് തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് മോൾക്ക് ആ KFC ചിക്കൻ അങ്ങ് മേടിച്ചു കൊടുത്തു. പിന്നെ പാറക്കുട്ടിയാണെങ്കിൽ മാക്സിമം അവളാണ് കഴിച്ചത്. നന്നായിട്ട് അവൾ കഴിക്കുകയും ചെയ്തു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവൾക്ക് ഇഷ്ടപ്പെട്ട മയണൈസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വെള്ളം ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അവൾക്ക് താല്പര്യമില്ലാത്ത കേസാണ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവൾക്കാണെങ്കിൽ ആ ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് നോക്കി ഇതിൻ്റെ കപ്പിൻ്റെ മുകളിലോന്ന് നോക്കിക്കൊണ്ടിരുന്ന് കഴിക്കണം. അവൾക്ക് അവിടെ ഇരിക്കാൻ ഒട്ടും സൗകര്യമില്ലായിരുന്നു. ഇത് ഞങ്ങൾ അതിന് ശേഷം ലുലു കണക്റ്റിൽ പോയി നമ്മുടെ ഓഫീസിലെത്തേക്ക് പ്രിൻ്റർ മേടിച്ചതാണ്. പ്രിൻ്റർ ചീത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ ബ്ലാക്ക് കളറിലുള്ള ലൈൻസൊക്കെ കുറേ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ വിചാരിച്ച് പുതിയൊരെണ്ണം മേടിക്കാൻ, സ്കാനൊക്കെ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പുതിയൊരു കാനോണിൻ്റെ ഒരു പ്രിൻ്റർ മേടിച്ചു. പിന്നെ നമ്മളത് കൊണ്ടുവന്ന് കാറിൽ വച്ചിട്ട് തിരിച്ച് വന്നതിന് ശേഷം ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി. മെയിനായിട്ട് കയറിയത് നാളത്തേക്ക് കുഴിമന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മേടിക്കാനായിരുന്നു. അപ്പം തീർന്നിരുന്ന ഹെയർ ഓയിലും നമ്മുടെ ഫ്ലോറിലെ ലോഷനും പിന്നെ നമുക്ക് കാറിലിടാനും പിന്നെ ബാത്റൂമിലൊക്കെ സ്മെല്ലുണ്ടാകാതിരിക്കാനും നല്ല മണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇടാനായിട്ട് കുറച്ച് ഗോദ്റേജിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്ന ആ ഒരു കിറ്റ് അതും കൂടെ മേടിച്ചു. വേറെ ഒന്നും മേടിച്ചില്ല. പിന്നെ നമ്മൾ നേരെ ചിക്കൻ മേടിക്കാനാണ് പോയത്. അതൊക്കെ മേടിക്കാനും അതൊക്കെ പറക്കിയെടുക്കാനും ഒക്കെ അവൾ തന്നെ ഈ കുട്ടയും കൊണ്ട് കിടക്കുകയാണ്. അവൾക്ക് തന്നെ ഇത് കൊണ്ട് നടന്നാൽ മതി, അവൾ തന്നെ വലിച്ചോളാം. ആൾക്ക് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ തിരിച്ചു തരും. പിന്നെതാ എപ്പോഴും എന്നെ പിടിച്ചോളും, എപ്പോഴും എന്നെ തൂങ്ങി നടക്കും. അത് ഉറങ്ങുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു കാലെടുത്തിടും, അവിടെ നിന്ന് അഴിച്ച് പോയോ എന്ന്. എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും കാർട്ടൂൺ കാണുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അതുപോലെ അവിടെ പോയപ്പോഴും അവൾക്ക് ആ ബാസ്ക്കറ്റ് വലിക്കുകയും വേണം, എന്നെ പിടിച്ചോട് നടക്കണം. പിന്നെ നമ്മൾ ആ ഹോൾ ചിക്കൻ ഒരെണ്ണം മേടിച്ചിട്ട് മന്തിയുടെ അനുസരിച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് വാങ്ങിച്ചു.